ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വായനാ ദിന ക്വിസാണ്. നമുക്കറിയാം ജൂൺ 19 എന്താണ് വായനാ ദിനമാണ് അല്ലേ? അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ സാധാരണയായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ ഒരു മലയാളത്തെക്കുറിച്ച് ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ എല്ലാ ക്വിസ് മത്സരങ്ങളും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഒരു ചോദ്യം പോലും വിട്ടുപോകരുത്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സമയം കളയേണ്ട, ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അടുത്ത ചോദ്യം ഇതാണ്: മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഉത്തരം 2013. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷമാണ് 2013. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ. ഓർത്തു വെക്കുക, നിർബന്ധമായും പഠിക്കുക. ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ഇവരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത്. ആരൊക്കെയാണ്? ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? ഇതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉത്തരം എന്താണ്? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ആധുനിക കവിത്രയങ്ങളാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. നമ്മളെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥയുടെ കർത്താവ്. കൃഷ്ണഗാഥയുടെ കർത്താവ്. ഉത്തരം ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരിയാണ്. ഓർത്തു വെക്കുക, കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. അടുത്ത ചോദ്യം. മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ് ഉത്തരം? അതെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇതാരും മറന്നു പോയില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? ഉത്തരം നോക്കാം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അടുത്ത ചോദ്യം നോക്കൂ. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത്. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂറാണ്. ആരാണ്? ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയിരിക്കുന്നത് ഉള്ളൂർ.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി. കുറച്ച് പേർക്ക് ഉത്തരം അറിയായിരിക്കും. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആരാണ്? വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? കുമാരനാശാനാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാനാണ്. നമുക്കറിയാം അല്ലേ, ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവിയാണ് കുമാരനാശാൻ. അടുത്തത് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാനാണ്. ആരാണ്? സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവിയാണ് കുമാരനാശാൻ. ഓർത്തു വെക്കുക, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവിയാണ് കുമാരനാശാൻ. അടുത്ത ചോദ്യം, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. ചോദ്യം നോക്കൂ, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ്? ഉത്തരം കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. ഓർത്തു വെക്കുക, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവിയാണ് കുമാരനാശാൻ. അതുപോലെ തന്നെ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, സ്നേഹഗായകൻ എന്ന് അറിയപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയുമാണ് കുമാരനാശാൻ. നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്തത്, എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം നോക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചിരിക്കുന്നത്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്ത ചോദ്യം ഇതാണ്, കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. ആരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് AR രാജരാജവർമ്മ. അടുത്ത ചോദ്യം ഇതാണ്, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എന്താണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കാം. വള്ളത്തോളാണ്. ആരാണ്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. ഓർത്തു വെക്കുക, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ഉത്തരം കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. എല്ലാ ക്വിസിലും ചോദിക്കാറുള്ളതൊക്കെയാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഉത്തരം കിട്ടാത്തവരാണെങ്കിലോ പെട്ടെന്ന് തന്നെ ആ ചോദ്യവും ഉത്തരവും പോയിട്ട് പഠിച്ചോളൂ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.